നമസ്കാരം, ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ നേരുകയാണ്. എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന തിരക്കിലായിരിക്കും. ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും എന്നൊക്കെ ഓണസദ്യ കഴിക്കുന്ന തിരക്കിലായിരിക്കും. നമുക്ക് അങ്ങനെ ചുമ്മാ കഴിക്കേണ്ട ഒരു സംഭവമല്ല ഓണസദ്യ. ഓരോ വിഭവത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ അറിഞ്ഞു വേണം നിങ്ങൾ കഴിക്കാൻ. മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. സദ്യയില്ലാത്ത ഓണം മലയാളിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ധാതുക്കളും പോഷകമൂല്യം നിറഞ്ഞതും അതോടൊപ്പം ആരോഗ്യത്തിന് അനുസ്യൂതവും ഒക്കെയാണ്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓണസദ്യ പൊതുവെ സസ്യാഹാരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളതാണ്. സദ്യയിലെ ഓരോ കറിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആദ്യം ചോറ്. ചെമ്പാവരി ചോറിൽ ബി വൈറ്റമിനുകളും മഗ്നീഷ്യവും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അവശ്യ അമിനോ ആസിഡുകളും ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡും ഉണ്ട്. ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ഉയരുന്നത് തടയുന്നു. ചെമ്പാവരിയിലുള്ള പോളിഫിനോളുകൾക്ക് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. പരിപ്പ്, പപ്പടം, നെയ്യ്. ഇതിൽ പരിപ്പ് കറി നമുക്ക് നോക്കാം. ഏത് സദ്യക്കും പരിപ്പ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. സസ്യാഹാരികൾക്കുള്ള സസ്യാധിഷ്ഠിത പ്രോട്ടീനിന്റെ ഒരു നല്ല ഉറവിടമാണിത്. ആരോഗ്യകരമായ യുവത്വം തുളുമ്പുന്ന ചർമ്മം ഇത് പ്രദാനം ചെയ്യുന്നു. ഇനി നമ്മളെല്ലാവരും പരിപ്പിൽ കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്ന നെയ്യില്ലേ, അതിനെക്കുറിച്ച് നോക്കാം. മൃദുത്വമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മം കൈവരിക്കുന്നതിന് നെയ്യിലെ പോഷക ഘടകങ്ങളായ ഫാറ്റി ആസിഡുകൾ സഹായിക്കുന്നു. നെയ്യിൽ ബ്യൂട്രിക് ആസിഡ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വൈറ്റമിൻ എ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇവയെല്ലാം നെയ്യിലുണ്ട്. മൃദുത്വമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മം കൈവരിക്കുന്നതിന് ഇതിലുള്ള പോഷക ഘടകങ്ങളായ ഫാറ്റി ആസിഡുകൾ നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഇഞ്ചിക്കറി. 101 കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി. ദഹന പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഇത്. ഇഞ്ചിയിലുള്ള ബയോ ആക്റ്റീവ് സംയുക്തമായ ജിഞ്ചറോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും ശരീരത്തിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കും. ഇനി അച്ചാറ്. നാരങ്ങ, മാങ്ങ എന്നിവയൊക്കെയാണ് അച്ചാറായിട്ട് വരിക. ഇത് വൈറ്റമിൻ സിയുടെ നല്ലൊരു സ്രോതസ്സാണ്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. പച്ചമാങ്ങ ശരീരത്തിന്റെ ചൂട് കുറച്ച് ശരീരോഷ്മാവ് കൃത്യമാക്കുന്നു. ഇത് അകാല വാർദ്ധക്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി കിച്ചടി. വെള്ളരിക്ക കിച്ചടി, അതുപോലെ തന്നെ പാവയ്ക്ക കിച്ചടി, അങ്ങനെ പലതരം കിച്ചടികളുണ്ട്. മലയാളികൾ കിച്ചടിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ വെള്ളരിക്കയും പാവയ്ക്കയും ഒക്കെയാണ്. വെള്ളരിക്ക ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളുന്നു. അസിഡിറ്റി ഉള്ളവർക്ക് നല്ലൊരു ഔഷധമാണ് ഇത്. പാവയ്ക്കയിൽ ധാരാളം ഇരുമ്പ്, പൊട്ടാസ്യം, ഭക്ഷ്യനാരുകൾ, ബീറ്റ കരോട്ടിൻ, കാൽസ്യം എന്നിവയുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു. പൈനാപ്പിൾ, ബീറ്റ്റൂട്ട്, മത്തങ്ങ എന്നിവയെല്ലാം ചേർത്ത് പച്ചടി നമുക്ക് തയ്യാറാക്കാം. പച്ചടിയിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. പൈനാപ്പിൾ, ബീറ്റ്റൂട്ട്, മത്തങ്ങ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. പൈനാപ്പിളിലുള്ള ബ്രാമിലിൻ എന്ന എൻസൈമുകൾ ദഹനത്തിന് സഹായിക്കുന്നു. ബീറ്റ്റൂട്ടിൽ ബീറ്റ സിയാനിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോളായ അതായത് LDLനെ കുറയ്ക്കുന്നു. മത്തങ്ങ വൈറ്റമിൻ സി, ഇ, ബീറ്റ കരോട്ടിൻ എന്നിവയാൽ വളരെ സമ്പുഷ്ടമാണ്. മത്തങ്ങയിൽ ധാരാളം മഗ്നീഷ്യവും പൊട്ടാസ്യവും ഉണ്ട്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. ഇനി അവിയൽ. അവിയലിലുള്ള നാരുകൾ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പോഷകക്കുറവ് നികത്തുന്നതിനും സഹായിക്കും. പലതരത്തിലുള്ള പച്ചക്കറികളും തേങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ സദ്യയിലെ കേമനാണ്. ഇതിലുള്ള നാരുകൾ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പോഷകക്കുറവ് നികത്തുന്നതിനും നിങ്ങളെ സഹായിക്കും. വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും ഒരു കലവറയാണ് ഇത്. ഇനി സാമ്പാർ. പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവയാണ് സാമ്പാർ. സ്വാദിന് മാത്രമല്ല ആരോഗ്യപരമായും ഏറെ ഗുണമുള്ള ഒന്നാണ് സാമ്പാറും. നാരുകൾ ധാരാളം ഉള്ളതിനാൽ ഇത് മലബന്ധം അകറ്റുന്നു. പരിപ്പ് സാമ്പാറിന്റെ ഒരു പ്രധാന ചേരുവയാണ്. അതുകൊണ്ട് ഇത് പ്രോട്ടീൻ സമ്പുഷ്ടവുമാണ്. അപ്പോൾ എന്തായാലും സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ എല്ലാവരും. ഈ അറിവ് ഇതെന്തായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ സദ്യയിലും ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. So stay happy and stay healthy. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. കേരള സർക്കാർ ഹോസ്പിറ്റലുകളിലെ നവജാത ശിശുക്കൾക്കായുള്ള ബേബി കിറ്റ് വിതരണ പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് 9072 300070.